ഇത് കഴിഞ്ഞ ദിവസം നമുക്ക് വന്ന ഒരു വർക്കാണ്. ഇതിൽ വർക്ക് വന്നിരിക്കുന്നത് കസ്റ്റമർ എബ്രോഡ് ആയതുകൊണ്ട് അവർക്ക് ഫംഗ്ഷൻ ഒരു ദിവസം മുന്നേ മാത്രമാണ് എത്താൻ കഴിഞ്ഞത്. ഫംഗ്ഷൻ ഇടാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ അവർ പർച്ചേസ് ചെയ്തു. ഹാൻഡ് വർക്ക് ചെയ്യാൻ ടൈം ഇല്ലാത്തതുകൊണ്ട് അവർ ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത ഫാബ്രിക് ആണ് പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്നത്. ആ ഒരു ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത ഫാബ്രിക് വെച്ചിട്ട് നെക്കിലും സ്ലീവിലും ബോർഡേഴ്സ് ചെയ്യണം. അതായിരുന്നു കസ്റ്റമറുടെ റിക്വയർമെന്റ്. രാവിലെ കൊണ്ടുവന്ന് വൈകിട്ട് കൊടുക്കുകയും വേണം. അതേപോലെ തന്നെ ഹാൻഡ് വർക്കിന് പകരം ഇതേപോലെ ഹാൻഡ് വർക്ക് ആണെന്ന് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ബോർഡർ സെറ്റ് ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ നമ്മൾക്ക് നല്ലൊരു ടാസ്ക്കാണിത്. അത്യാവശ്യം നല്ല വർക്കാണ്. ആ ഫാബ്രിക്കിൽ കട്ട് ബീഡ്സും മോത്തീസും അതേപോലെ തന്നെ സീക്വൻസും ഒക്കെ ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുള്ള ഒരു മെറ്റീരിയലാണ് ആ ഒരു നെറ്റിൽ ചെയ്തിരിക്കുന്ന വർക്ക്. അപ്പോൾ നമ്മൾ അതിൻ്റെ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബോർഡേഴ്സ് അറ്റാച്ച് ചെയ്യുന്നത് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് ബോർഡർ അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ ബോർഡർ അറ്റാച്ച് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് നമ്മൾ അറ്റാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളുടെ ബയ്യ അതിൻ്റെ ആദ്യം ലെവൽ ചെയ്തു. അതിന് ശേഷമാണ് അത് സ്റ്റിച്ച് ചെയ്യുന്നത്. ഭയങ്കരമായിട്ട് റിസ്ക് ഉള്ള ജോബാണിത്. കണ്ണിലേക്കൊക്കെ ചെറിയ പാർട്ടിക്കിൾസ് ബീഡ്സ് ഒക്കെ കട്ടായിട്ട് അതിൻ്റെ ചെറിയ പാർട്ടിക്കിൾസ് കണ്ണിലേക്കൊക്കെ തെറിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കര ശ്രദ്ധിച്ച് ചെയ്യണം. ഓരോ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള റിസ്ക് ഉണ്ട്. കഴിഞ്ഞ വർഷം നമുക്ക് ഇതേപോലെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. ഇതേപോലെ ഹെവി ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മളുടെ ഒരു ബയ്യയുടെ കയ്യിലേക്ക് സൂചി കയറിയിട്ട് സൂചിയുടെ ഒരു പീസ് കൈക്കുള്ളിലായിപ്പോയി. അപ്പോൾ അത് എടുക്കാൻ വേണ്ടി നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയിട്ട് അത് ചെറിയൊരു സർജറി ഒക്കെ ചെയ്തിട്ടാണ് അത് പുറത്തെടുത്തത്. അപ്പോൾ ഈ ഒരു സംഭവം ഭയങ്കര ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ ഈ കാണിക്കുന്നത്.